നമസ്കാരം. 7 വർഷക്കാലത്തിന് ശേഷം നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനി പുറത്തിറങ്ങുകയാണ്. ഇപ്പോൾ ഈ കേസിനെ അതെങ്ങനെ ബാധിക്കും എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. സുനിക്ക് ജാമ്യം അനുവദിച്ച കോടതിയുടെ വിധി സ്വാഭാവിക നീതി എന്ന് പറയുമ്പോഴും അനന്തമായി നീണ്ട ഈ വിചാരണയ്ക്ക് പിന്നിലെ സൂത്രധാരൻ ഉൾപ്പെടെ പലരും പുറത്തിറങ്ങുന്ന ഈ സുനിയെ ഭയപ്പെടുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. പൾസർ സുനി ജയിലിൽ നിന്നയച്ച കത്തിന് പിന്നാലെ ഇപ്പോഴിതാ സുനി കൈമാറിയ പുസ്തകത്തിലെ ചില വിവരങ്ങളും ചർച്ചയാകുന്നുണ്ട്. നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിൽ നടൻ സിദ്ദിഖിനും പങ്കുണ്ട് എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നതായും സിനിമാ മേഖലയിലെ വമ്പന്മാർ ഇപ്പോഴും സുരക്ഷിതരാണ് എന്നും സുനി ആ കുറിപ്പിൽ പറയുന്നു. ജയിലിൽ നിന്നും പൾസർ സുനി അയച്ച കത്തിൽ താൻ കുറ്റം ചെയ്തതായി അയാൾ സമ്മതിക്കുന്നുണ്ട്. കേസിൽ ദിലീപിനുള്ള പങ്കിനെ കുറിച്ചും അയാൾ ഇതിൽ പറയുന്നു. ദിലീപ് പറഞ്ഞിട്ടാണ് നടിയെ ആക്രമിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഈ കത്ത് 2018 സുനി ജയിലിൽ നിന്നും അയക്കുന്നത്. കൊച്ചിയിലെ അബാദ് പ്ലാസയിൽ നടന്ന ഗൂഢാലോചനയിൽ നടൻ സിദ്ദിഖും അമ്മയിലെ മറ്റു ചില പ്രമുഖരും പങ്കെടുത്തതായും സുനി പറയുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ വൈകിപ്പിക്കുന്നത് കേസിലെ 8ാം പ്രതിയും നടനുമായ ദിലീപാണെന്ന് മുഖ്യപ്രതി പൾസർ സുനി പറഞ്ഞു. ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടെയാണ് പൾസർ സുനിയുടെ അഭിഭാഷകർ ഇത്തരമൊരു കാര്യം ചൂണ്ടിക്കാട്ടിയത്. കേസിലെ വിചാരണ നീണ്ടുപോകുകയാണ് എന്നും ഇതിനാൽ ജാമ്യം തന്റെ അവകാശമാണെന്നുമായിരുന്നു പൾസർ സുനിയുടെ വാദം. കേസിൽ നീതിപൂർവമായ ഒരു വിചാരണ നടക്കുന്നില്ല എന്നും ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നും പൾസർ സുനി വാദിച്ചു. അതേസമയം കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 7 മാസങ്ങളിലായി 87 ദിവസം ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചതായി സംസ്ഥാന സർക്കാരും കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി വിമർശിച്ചത്. കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു 2017 ഫെബ്രുവരി 17 നടിക്ക് നേരെ നടന്ന കൊട്ടേഷൻ ആക്രമണം. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന വാർത്തയും സംഭവം കൊട്ടേഷൻ നൽകിയതാണ് എന്ന കണ്ടെത്തലും ഏവരെയും നടുക്കി. കേസിൽ 1ാം പ്രതിയായ പൾസർ സുനിയെ സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടി. സുനിൽ കുമാർ എന്ന പൾസർ സുനിക്ക് പൾസർ ബൈക്കുകളോടായിരുന്നു ഏറെ പ്രിയം. ഇതേ തുടർന്ന് സുഹൃത്തുക്കളാണ് പൾസർ സുനി എന്ന പേര് സുനിക്ക് നൽകിയത്. കൊട്ടേഷൻ സംഘാംഗമായ സുനി നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയതും ഒരു പൾസർ ബൈക്കിൽ തന്നെയാണ്. എന്നാൽ കോടതി മുറിയിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് അതിനാടകീയമായി ഇയാളെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അന്നു മുതൽ സുനി ജയിലിലാണ്. പൾസർ സുനിയുടെ അറസ്റ്റിനു പിന്നാലെയാണ് ദിലീപിനൊപ്പമുള്ള ഇയാളുടെ ചിത്രങ്ങൾ പുറത്തു വന്നത്. വൈകാതെ ആക്രമണത്തിന് പിന്നിൽ ദിലീപിന് പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ദിലീപും കേസിൽ അറസ്റ്റിലായി. ജയിലിൽ നിന്ന് ദിലീപിന് അയച്ച കത്തുകൾ പുറത്തു വന്നതുമേറെ ചർച്ചയായി. 7.5 വർഷത്തിനിടെ 10 തവണയോളമാണ് പൾസർ സുനി ജാമ്യം തേടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. എല്ലാ ഹർജികളും ഹൈക്കോടതി തള്ളി. ഇതിനിടെ സുപ്രീം കോടതിയിൽ നേരത്തെ സമർപ്പിച്ച ജാമ്യ ഹർജികളും തള്ളി. തുടർച്ചയായി ജാമ്യ ഹർജി സമർപ്പിച്ചതിന് ഹൈക്കോടതി 25,000 രൂപയാണ് പൾസർ സുനിക്ക് പിഴയിട്ടത്. വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന പ്രതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെയല്ല ജാമ്യ ഹർജി ഫയൽ ചെയ്തത് എന്നും അതിനാൽ ഇതിനു പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഒരിക്കൽ ജാമ്യ ഹർജി തള്ളി 3ാം ദിവസം തന്നെ പൾസർ സുനി വീണ്ടും പുതിയ ജാമ്യാപേക്ഷ നൽകി. ഇതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ഈ പിഴ ഒഴിവാക്കണമെന്നും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ പൾസർ സുനി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു.